ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഈദ് മുബാറക്. ഈദിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇത്. നമ്മൾ ഇതിനൊന്ന് പോണത് താത്തി അളിവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് കേട്ടോ പോണത്. എപ്പോഴും നമ്മൾ ഒറ്റക്കല്ലേ ഇത് ആക്കാറ്. അപ്പം നമ്മൾ വിചാരിച്ച അവരെ കൂടെ ഇത് ആഘോഷിക്കാമെന്ന്. അപ്പോൾ അവരെ വീട്ടിലത്തെ വിശേഷങ്ങളും അവരെ വീടും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അവർ DICയിലാണ് കേട്ടോ താമസിക്കുന്നത്, ദുബായിൽ. എന്താ പറയുക, നല്ലൊരു ഏരിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇക്കാനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ എന്താണ്, കുറച്ച് നല്ല ഉള്ളിലേക്കാണ് കേട്ടോ. ഒരു ഷോപ്പിങ്ങും ഇതൊന്നും പറ്റില്ല. പക്ഷെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആയിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഉള്ള കാരണം ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ചിട്ടോ ഇതിൻ്റെ അന്നത്തെ ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. എന്താ പറയുക, ഞാനും താത്തയും മക്കളും അതുപോലെ അളിയനും പിന്നെ അയ്ക്കും മോളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വരുന്ന ഭാഗത്ത് ഒരു കിച്ചണാണ് കേട്ടോ. കിച്ചൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയി കേട്ടോ. വന്നിട്ട് ഒരൊറ്റ റൂം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ഫർണിച്ചറും കാര്യങ്ങളൊക്കെ. അതുപോലെ പുറത്തൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ട് അതും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല സൂപ്പറായിട്ടുള്ളൊരു ബാൽക്കണിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ബാൽക്കണിയിൽ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട്, അതുപോലെ പുറത്തും ഇതേപോലെ തന്നെ ഒരു എന്താ പറയുക, നല്ലൊരു വൈബ് കിട്ടണ ഒരു സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉപ്പയും മോളും നല്ല കളിയാണ് കേട്ടോ കളിക്കുന്നത്. അതായത് എൻ്റെ ഉപ്പയാണ് കേട്ടോ അത്. അപ്പം മോളായിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് വർത്താനം പറയണം കേട്ടോ. പിന്നെ നമ്മളിതുപോലെ വീഡിയോസും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതായി കണ്ണാടിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറേ ഷോ കാണിച്ചിട്ടാ ഈ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. TV ഒക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളിതാ കുറച്ച് പുറത്ത് നിന്നിട്ടോ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വെറുതെ ഇതിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പിൻ ചെയ്തതാണ് കേട്ടോ അതിൽ. പിന്നെ എന്താണ്, നിങ്ങളൊക്കെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഇത് ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടാ. കാരണം എത്താത്താടെ അവിടെ പോയ കാരണം നമുക്ക് നല്ല വൈബായിരുന്നു കേട്ടോ. എത്താത്ത നല്ല ബിരിയാണി, ബീഫ് ബിരിയാണി, അതുപോലെ ചിക്കൻ പൊരിച്ചത്, അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സലാഡ്, അതുപോലെ തൈര്, നല്ല അടിപൊളിയിൽ ചെമ്പൊക്കെ ദമ്മിട്ടിട്ടാണ് കേട്ടോ താത്ത വെച്ചിട്ടുണ്ടായിരുന്നത്. അളിയനാണ് കേട്ടോ ബിരിയാണി വെച്ചത് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. നമ്മളിതാ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. തൈര്, അതുപോലെ ചിക്കൻ പൊരിച്ചത്, സലാഡ്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ കയറി ചെന്നപ്പോൾ പായസം ഉണ്ടായിരുന്നു. കയറി ചെന്നപ്പോൾ ജ്യൂസ് ഉണ്ടായിരുന്നു. ജ്യൂസിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ. കയറി ചെന്നപ്പോൾ താത്ത നല്ല അടിപൊളി ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ലൊരു വൈബിലിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമുക്ക് എല്ലാവരും കൂടി ഉള്ളുമ്പോഴല്ലേ ഇതൊക്കെ രസം ഉണ്ടാവുള്ളൂ. നമ്മൾ ഒറ്റക്കാകുമ്പോൾ ഇതൊന്നും രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്തായാലും ഇപ്രാവശ്യം താത്താടക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു ഇഷ്യൂസൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും താടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് കേട്ടോ ആളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കസ്റ്റാർഡ് ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് കസ്റ്റാർഡ് കുടിച്ചു. ഇത് ശരിക്കും ഞങ്ങൾ ബിരിയാണീൻ്റെ കൂടെ കുടിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞങ്ങൾ മറന്നു പോയിട്ടാ. അതിൻ്റെ പുറത്ത് നല്ല എന്താ പറയുക പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പൂളിൽ ഇറങ്ങാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാറ്റിയതാണ് കേട്ടോ ഗൈസ്. പക്ഷേ അവർ മാക്സി അലൗഡ് അല്ല കേട്ടോ. എന്താ പറയുക, കോട്ടൺ ഡ്രസ്സ് അവിടെ അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും പോയിട്ട് ഒരു ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് വന്നിട്ട് പൂളിലൊക്കെ ഇറങ്ങി അടിച്ച് പൊളിച്ച് എന്താ പറയുക, പൂളിൽ കുറേ നേരം കളിച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് നേരം പൂളിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, ഉള്ളത് പറയാലോ. എനിക്ക് നല്ല പേടിയാണ്. എനിക്ക് നീന്തലും അറിയില്ല ഒന്നാമത്. അത്ര അല്ല എനിക്ക് തീരെ അറിയില്ല. ഞാൻ ആ വട്ടുമ്മലാണ് കേട്ടോ നിൽക്കുന്നത്. എന്താ പറയുക, സ്വിമ്മിങ് ചെയ്യുന്ന. പക്ഷെ നല്ല ആഴമുണ്ട് കേട്ടോ ഇത്. അത് ഇല്ലെങ്കിൽ ഞാൻ മുങ്ങും. എൻ്റെ ബ്രദറിന് കാലെത്തുന്നുണ്ട്, പക്ഷെ എനിക്ക് തീരെ കാലെത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പൂളിൽ. എന്താ പറയുക, നമ്മൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് നല്ല ഉറക്കവും. പക്ഷേ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ പാട് ഞങ്ങൾ നേരെ വെള്ളത്തിലേക്കാണ് കേട്ടോ ചാടിയിട്ടുണ്ടായിരുന്നത്. നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൂളിൻ്റെ ഭാഗത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കുറേ നേരം പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ചാടിയിട്ടും ഇങ്ങോട്ട് ചാടിയിട്ടൊക്കെ ആയിട്ടിട്ടാ.
ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ. അവന് നല്ല അവനക്ക് നീന്തൽ അറിയുന്ന കാരണം മറ്റവർ രണ്ടാളെയും അവനാണ് കേട്ടോ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നീന്തൽ അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇടക്കിടക്ക് കളേന് വന്നിട്ട് അങ്ങനെ നോക്കൂട്ടാ. താത്ത അവിടെ മോളൂസിനെ പിടിച്ചിട്ട് താത്ത അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കും താത്താനെ കാണില്ല എന്ന്. താത്ത അങ്ങനെ വരില്ല കേട്ടോ. വീഡിയോസ് എടുക്കുമ്പോൾ അളിയന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിതാ നല്ല അറമാദിക്കുന്നു. മക്കളും നല്ല അവരും ഫസ്റ്റ് അവർക്കും റിങ് ഇട്ടിട്ട് ഇറങ്ങാൻ പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവനേക്കാളും ആഴമുള്ള കാരണം റിങ് ഇട്ടിട്ടാണ് കേട്ടോ അവരിറക്കിയത്. അവരെ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് കേട്ടോ ഇവനേറെ അവരെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഇത്. ഞാൻ പിന്നെ ഓവർ വെള്ളത്തിലുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളെ മേലൊക്കെ ഡ്രസ്സ് ഒട്ടി കിടക്കുന്നത് വൃത്തിയുടെ ലിസ്റ്റ് അങ്ങനത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കമ്പിമ്മ തന്നെ, എനിക്ക് പേടിയായതുകൊണ്ടാണ് ഗെയ്സ്ക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഞാൻ ഈ കമ്പിമ്മൽ തന്നെയാണ് കേട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം നല്ല ആഴുണ്ട്. നമ്മളൊരു എന്താ പറയുക ഒരു ഷോൾഡറിന് വരെ ഉള്ളതെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവരിതാ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോള് കരച്ചിലായ കാരണം ഞാൻ പിന്നെ കുറച്ച് നേരം നിർത്തിയിട്ടാ. അവർ നല്ല റീൽസാണ് കേട്ടോ. റീൽസ് വെച്ചാൽ നിർത്താതെ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മൂന്നാൾ പ്രാക്ടീസും അതൊക്കെ ആയിട്ട് നല്ല ഇപ്പോൾ ഒരു പാട്ടില്ലേ, ആ പാട്ടിൻ്റെ പേര് എനിക്ക് കിട്ടണില്ല. ആ വീഡിയോ ആണ് കേട്ടോ അവർ ചെയ്യുന്നത്. നല്ല വൈബിലാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ ഇത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തല്ലോ. അതിൻ്റെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെ എത്താനാകുമ്പോൾ നല്ല ഒരു എന്താ പറയുക ഫെയർ വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ പറയുക നമ്മളങ്ങോട്ട് എത്തിയില്ല കേട്ടോ. ഞങ്ങൾ എത്തുമ്പോഴത്തേന് കഴിയാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഓർമ്മ ഉണ്ടായില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇത് പൊട്ടുന്ന കണ്ടപ്പോഴാണ് നമുക്ക് ഇവിടെ ഫെയർ വർക്ക് എന്നുള്ളത് ഓർമ്മ വന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫെയർ വർക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെല്ലാം ഇതിന് ഞങ്ങൾ ഫെയർ വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഞങ്ങൾ വിട്ടു പോയതാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെയാണ് കേട്ടോ ഇത് ഫെയർ വർക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോകുമ്പോഴാണ് കേട്ടോ കാണുന്നത്. അറിയുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാണാമായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ ഫെയർ വർക്ക് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളൊന്ന് സൈഡാക്കി വെക്കുമ്പോൾ ഇതിന് ഫുള്ളും കഴിഞ്ഞിട്ടാ. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് സൈഡാക്കാനോ ഒന്നിനും പറ്റൂലല്ലോ, മെയിൻ റോഡല്ലേ. ഞങ്ങളവിടെ എത്തിയിട്ട് എന്താ പറയുക കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പോകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വണ്ടിയിരുന്ന് വീഡിയോ എടുക്കണ കാരണം ക്യാമറ നന്നായി ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുത്തത്. വീഡിയോസൊക്കെ ഉപ്പയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിൽ ഇരുന്നിട്ട്. കാരണം ഞാനും മോളായിട്ട് ബാക്കിലാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പയാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫെയർ വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫെയർ വർക്ക് കാണാൻ പോവാറുണ്ടോ? UAE-ലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ഫെയർ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ എൻ്റെ ഫസ്റ്റ് അതായത് 2023 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2024 നമ്മൾ ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടുണ്ടായിരുന്നു. 5 പിന്നെ എൻ്റെ ഡെലിവറി ടൈം ആയിരുന്നു കേട്ടോ. അതുപോലെ 2022, 23, 24 ഒക്കെ നമ്മളൊരു ഫെയർ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ ഇത് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോസിൽ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെ അങ്ങനെ പോണ വഴിക്കുള്ള ജസ്റ്റ് ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ. ഞാൻ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു.